ഹേയ് ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അലയിലാണ്. ഇന്നലെ വന്നല്ലേ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഹേയ് ഗായ്സ്, ഇന്ന് നമുക്കൊരു പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലയിലാണ്. ഇപ്പം ലീവാണ്. ലീവിൻ്റെ ഇടയിൽ അലയിൽ വന്ന് നമ്മുടെ ബ്രോയുടെ റൂമിലേക്കാണ് എത്തിയത്. ഇവിടെ അലയിലാണ് നമ്മളിപ്പോൾ സുഹൃത്തുക്കളെ. ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ പുറത്തെ കാഴ്ചകളും പിന്നെ അലയൻ എക്സ്പീരിയൻസും എക്സ്പ്ലോറിങ് ആണ് ഇന്നത്തെ വ്ളോഗ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി അമർത്തി ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക സുഹൃത്തുക്കൾ. അപ്പം നമുക്ക് നേരെ പുറത്തേക്ക് പോകാം. ഒന്ന് ലുലു വരെ പോകണം. ഫുഡൊന്നും കഴിച്ചില്ല. രാവിലെ ഉറക്കം കഴിച്ചപ്പോൾ ലേറ്റായി. ഒരു 11:30 മണിയായി. അതൊന്നുമല്ല, 12 മണി ആവാറായി ഏകദേശം. ഇന്നലെ ഉറങ്ങിയില്ല. ഈ വണ്ടിയിലാണ് ഇന്ന് പോണ സുഹൃത്തുക്കൾ. നേരെ ഇതിനകത്ത് കയറി. അതിവിടെ വൈശാഖുണ്ട്. പിന്നെ നമ്മുടെ നിങ്ങളൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹൈ പറഞ്ഞു. നമ്മുടെ അരുൺ ബ്രോ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. ഇവിടെ അടുത്തുള്ള ഒരു പാർക്കാണ്. നമ്മളിപ്പോ എവിടെ പോണ? ലുലുലല്ലേ? നമ്മള് നേരെ ലുലുവിലേക്കാണ് സുഹൃത്തുക്കളെ. ഫുഡൊന്നും കഴിച്ചില്ല. നമ്മള് രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇന്നലെ രാത്രി മൊത്തം ഇവിടെയാണ്. ഇന്നലെ നമ്മള് ഒരു സമയമായി വന്നപ്പോൾ വന്നിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങി. ഇപ്പൊ രാവിലെ ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഫുഡ് വാങ്ങിയാൽ നമുക്ക് നേരെ ലുലുവിലൊക്കെ അങ്ങനെ ലുലു അല്ലേ നമ്മള്. അങ്ങനെ നമ്മള് ലുലുവിലെത്തി. പറയാ എന്താ പറയാന്നല്ല. ഇനി ഇതെന്തോ നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാവല്ല. അത്രയും വിചലിപ്പിച്ചത് നിങ്ങൾ ആലോചിക്കണം. ചെറിയ ഞണ്ട് എനിക്ക് പഴുത്തിരിക്കണം തോന്നുന്നു. ജീവനുണ്ടോ? വേണ്ട വേണ്ട, പണിയാണ്. എനിക്കല്ല, അലർജി ഒന്നും ഇല്ല. എന്നാലും ക്ലീനിങ്ങിനൊന്നും പൈസ ഇല്ല. മാന്തൽ എടുക്കാൻ നോക്കും. മാന്തൽ पांच पीस लियो। അങ്ങനെ നമ്മൾ ചേരിയും പിന്നെ കൂന്തലും വാങ്ങിച്ച് പിന്നെ ഇടിയപ്പം എടുത്തു. എല്ലാം ഉണ്ടാക്കണ്ടേ. ഞം ഒന്നുമില്ല, കഴിക്കണം. വല്യമ്മുണ്ടാക്കി. അപ്പം അതെടുത്ത് ഞാൻ അരുൺ ബ്രോ ഫുഡൊക്കെ റെഡിയാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ റൂമിലേക്ക് നമ്മൾ വന്ന്. ഇതാണ് ഒരു റൂം. ഒരു വില്ല ഏരിയയിലാണ്. അങ്ങനെ നമ്മളെ ഈ നല്ല വലിയ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. സൈലൻ്റാണ്, ഫുള്ള് സൈലൻറ്റ്, പീസ്. അപ്പം എന്തായാലും പുള്ളി നമുക്ക് ഫുഡൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടാണ് പോകുന്നത്. കഴിക്കാം, അതല്ലേ നമ്മളെ കൊണ്ട് കയറ്റുള്ളൂ. അങ്ങനെ മീനൊക്കെ നമ്മൾ വാഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വൈശാഖനാണ് ക്ലീൻ ചെയ്തത്. അടുത്തതാണ്ട് ലിവർ. നിനക്ക് വേണ്ടി ഒരു വീഡിയോ നമ്മൾ തരാം. നമ്മൾ ഈ ഫുഡെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ കാണിച്ചത്.
മീനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാമൻ അവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളിയൊക്കെ സെറ്റാക്കുന്നുണ്ട്. വെളുത്തുള്ളിക്ക് എന്തൊരു സുഖം കളിക്കാൻ വേണ്ടിട്ട്. നാട്ടിലെ വെളുത്തുള്ളി ഒന്നും പോരാ. ഇത് ചൈനയല്ലേ? ചൈന ഇവിടെ എക്സ്പോർട്ട് ചെയ്യാൻ ഇവരൊക്കെ നല്ലപോലെ ക്ലീൻ ആവണം കേട്ടോ. വെച്ചാ റോസ്റ്റ് ആക്കുക, ഇത് ഫ്രൈ ചെയ്യുക. ഇതിൽ കൂന്തലുണ്ട്, അതാണ് സൂപ്പർ ടേസ്റ്റ്. കുറച്ച് മാങ്ങയൊക്കെ നമ്മൾ കട്ട് ചെയ്ത്. മാന്തള അരുൺ ബ്രോ ഇവിടെ എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കുക്കിംഗ് ഒക്കെ സെറ്റ് ആണെന്നൊക്കെയാണ് പറയണത്. രാമൻ പറഞ്ഞത് എന്താണ് രാമൻ ബ്രോ എന്താ എനിക്ക് തിന്നു നോക്കിട്ട് പറയാം. അപ്പോഴത്തേക്കാകും അമ്മിണി ചേച്ചി. നമ്മള് ഈ അത് സംസാരിക്കുന്ന സ്പീഡാക്കി ആലോചിച്ചു. കൊടുത്ത മൂന്ന് ഫേക്ക്. സീതവരും കൂടി യവനങ്ങ് കുളിപ്പിച്ച് കിടത്തണം. എന്നിട്ട് കണ്ണൊക്കെ എരിയണം. എരിഞ്ഞ് പുളകുമ്പോഴേ ചാടിത്തുടങ്ങി. ഇടിയപ്പം ഇപ്പഴേ ഉണ്ടാക്കണ്ട, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇടിയപ്പം വെച്ചാൽ മീൻ റെഡിയായി, കരൾ റെഡിയായി, ഇടിയപ്പം റെഡിയായി, പൊളിയായി. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കേരളാവോ? കുറച്ച് ഇടിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണമാണ് ഈ കാരണം മാത്രമേ ടേസ്റ്റ് കൊടുത്തടാ. അമ്മാര് മറ്റേ കൂട്ടാത്തോണ്ടാണ്. രാമൻ ചൊറിച്ചിട്ടായിട്ടാണ് സിനിമ. അല്ലേ ഒരു കൂട്ടം നമ്മളെ കൂട്ടും. വേറെ കറി കൊടുക്കും. നമ്മൾ ഉണ്ടാക്കണ തന്നെ വേറെ കറി ഉണ്ടാക്കും. അല്ലേ? ഇത് സ്വർഗ്ഗം. അവിടെ പോയി കഴിഞ്ഞാ